നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മാള മേലടൂർ നമ്പളങ്ങര വീട്ടിൽ തങ്കപ്പന്റെ മകൻ 36 വയസ്സുള്ള അരുൺകുമാറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30-ക്കായിരുന്നു അപകടം. ചാലക്കുടി പോട്ട സുന്ദരിക്കവലയിലെ സർവീസ് റോഡിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി റോഡിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തികളും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികളുമാണ് നടക്കുന്നത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മാള മേലടൂർ നമ്പളങ്ങര വീട്ടിൽ തങ്കപ്പന്റെ മകൻ 36 വയസ്സുള്ള അരുൺകുമാറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30-ക്കായിരുന്നു അപകടം. തൃശൂരിലെ ഭാര്യാഗൃഹത്തിലേക്ക് പോവുകയായിരുന്നു അരുൺ. ടയർ പഞ്ചറായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പിന്നിലാണ് സ്കൂട്ടർ ഇടിച്ചത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരിച്ചു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അരുണിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ചെർപ്പ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറാണ് മരിച്ച അരുൺ. ചാലക്കുടി പോട്ട സുന്ദരിക്കവലയിലെ സർവീസ് റോഡിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി റോഡിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തികളും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികളുമാണ് നടക്കുന്നത്. ഇവിടെയുള്ള തേക്കുമരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകും. തുടർന്ന് റോഡ് പണിയുടെ നിർമ്മാണം ആരംഭിക്കും. പ്രദേശത്ത് അപകടങ്ങളും അപകട മരണങ്ങളും പെരുകിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് പ്രവൃത്തികൾക്ക് വേഗത കൂടിയത്. ആഴ്ചകൾക്ക് മുമ്പ് വീതി കുറഞ്ഞ ഈ സർവീസ് റോഡിൽ സ്കൂട്ടർ യാത്രികയായ യുവതി പിക്കപ്പ് വാനിടിച്ച് മരിച്ചിരുന്നു. 2 മാസം മുമ്പ് 2 യുവാക്കൾ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടതും ഇവിടെയാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറുടെ പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം മാഞ്ഞാലി തേലത്തുരുത്തിൽ നിന്നും ആരംഭിച്ചു. തേലത്തുരുത്ത് ചിന്ത തിയേറ്റേഴ്സ് അങ്കണത്തിൽ ചേർന്ന ആദ്യ സ്വീകരണ സമ്മേളനം കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. KK ശശി അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ, PO സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. LDF നേതാക്കളായ ജോൺ ഫെർണാണ്ടസ്, MB സ്യമന്തഭദ്രൻ, TR ബോസ്, PS ഷൈല, MN ശിവദാസൻ, ഡിവിൻ K ദിനകരൻ, KS സനീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി പോട്ട നന്മ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാലിന്യ വിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാലിന്യങ്ങളുടെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം, സംസ്കരണം എന്നീ വിഷയങ്ങളിൽ K സ്റ്റാർലി ക്ലാസ് എടുത്തു. പ്രസിഡന്റ് പോൾസൺ മേലേപ്പുറം അധ്യക്ഷനായി. ലില്ലി ജോസ്, വത്സൻ ചമ്പക്കര, മേഴ്സി ഡേവിസ് എന്നിവർ സംസാരിച്ചു. LDF ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻഡോർ സ്റ്റേഡിയം മൈതാനിയിൽ പൊതുയോഗം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇതാണ് ആഭ്യന്തര ശത്രു. ഇനി ഞാനിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ഇന്നത്തെ ഇന്ത്യയിൽ ഈ ആഭ്യന്തര ശത്രുക്കൾ ഏറ്റവും കൂടുതലായിട്ട് ജീവിക്കുന്ന നാട് ഏതാണ്? പറഞ്ഞ ഉത്തരം നിങ്ങളൊരു മനസ്സിൽ പറഞ്ഞു. അതായത് ഈ 3 വിഭാഗം, 3 ആഭ്യന്തര ശത്രുക്കൾ ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഭൂതലം എവിടെയാണ്? ഏതാ? നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് PI മാത്യു അധ്യക്ഷനായി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, PK ഡേവിസ്, ജില്ലാ കമ്മിറ്റി അംഗം BD ദേവസി, ഏരിയ സെക്രട്ടറി KS അശോകൻ, പോൾ ഡേവിസ്, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ഡെന്നിസ് K ആന്റണി, CS വത്സല, മുഹമ്മദ് ചാമക്കാല തുടങ്ങിയവർ സംബന്ധിച്ചു. 2020 എറണാകുളം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയുടെ കളമശ്ശേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കുന്നുകര ജംഗ്ഷനിൽ നടന്നു. 2020 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഗോപകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷവും വലതുപക്ഷവും ഗുണ്ടകൾ വന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനം കിഴക്കമ്പലത്ത് വന്നു ചേർന്നപ്പോ നമ്മളുടെ സ്ഥാനാർത്ഥിയെ അവിടുത്തെ ഗുണ്ടകൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ലീഡർക്ക് അത്യാവശ്യമായി കിഴക്കമ്പലത്തേക്ക് പോകേണ്ടി വന്നിരിക്കുകയാണ്.
അപ്പോൾ ശക്തമായി ജനങ്ങളുടെ ഇടയിൽ കയറി പ്രചരണം നടത്താൻ പോലും നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് സാഹചര്യമൊരുക്കാൻ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമോ തയ്യാറാവുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുന്നുകര പഞ്ചായത്ത് കോർഡിനേറ്റർ സാജു വർഗീസ് അധ്യക്ഷനായി. 2020 കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനന്തകൃഷ്ണൻ സംസാരിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെയും വിശുദ്ധ സെബസ്ത്യാനുസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിന ചടങ്ങുകൾക്ക് ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി, ഫാദർ ജോഫി ചെറിയത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു. വൈകിട്ട് ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടന്നു. വികാരി ഫാദർ പോൾ പിണ്ടിയൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൺവീനർ ജിപ്സൺ തോമസ്, ജോയിന്റ് കൺവീനർ വിൽബിൻ വിൽസൺ, കൈക്കാരന്മാരായ സോജൻ മഞ്ഞില, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള കളപ്പുരയ്ക്കൽ കുടുംബയോഗം വാർഷികം ആഘോഷിച്ചു. മാള ഫൊറോന ദേവാലയ വികാരി ഫാദർ ജോർജ് പാറമേൻ ഉദ്ഘാടനം ചെയ്തു. സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നാടിനും ഇടവകയ്ക്കും ഏറെ സംഭാവനകൾ നൽകിയവരാണ് നിങ്ങൾ ഓരോരുത്തരുന്നത് അഭിമാനത്തോടെയും വലിയ സന്തോഷത്തോടെയും ഏറ്റുപറയാനായിട്ട് വികാരിമാരായ ഞങ്ങൾക്കൊക്കെ സാധിക്കും. ഒരു വർഷവും 4 മാസമേ മാളയിലെ കളപ്പുരയ്ക്കൽ തറവാട്ടുകാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു വർഷം കൊണ്ട് എൻ്റെ അനുഭവം, മാള ഇടവകയുടെ അനുഭവം, ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ശുഷ്കാന്തിയോടെ, താല്പര്യത്തോടെ, അതിലേറെ ആത്മാർപ്പണത്തോടെ. പ്രസിഡന്റ് കെ തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവ നടന്നു. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് മഹാസ്കന്ദ പുരാണ സപ്താഹ ജ്ഞാനയജ്ഞം ആരംഭിച്ചു. വിഗ്രഹ ഘോഷയാത്ര, ആചാര്യവരണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പട്ടംതുരുത്തി മേക്കാടുമന ശങ്കരൻ നമ്പൂതിരി ഭദ്രദീപം പ്രകാശനം ചെയ്തു. ദേവസ്വം ഓഫീസർ രാഹുൽ ആർ പൈ സംസാരിച്ചു. ഏപ്രിൽ 14 വരെയാണ് സപ്താഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാഗവത പ്രിയൻ പട്ടിമറ്റം CJR പിള്ളയാണ് യജ്ഞാചാര്യൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മാള മേലടൂർ നമ്പളങ്ങര വീട്ടിൽ തങ്കപ്പന്റെ മകൻ 36 വയസ്സുള്ള അരുൺകുമാറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30-ക്കായിരുന്നു അപകടം. ചാലക്കുടി പോട്ട സുന്ദരിക്കവലയിലെ സർവീസ് റോഡിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി റോഡിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തികളും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികളുമാണ് നടക്കുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.